ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാളെ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ വന്നിട്ട് നമ്മുടെ സാക്കിക്ക് ഒരു ഇൻവിറ്റേഷൻ വരുവാണ്. നഗോയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗാലറി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ഇവൻ വന്ന് നമ്മുടെ നൊറാക്കുറയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് മുഖ്യമായിട്ടൊരാളെ കണ്ടതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്തിനാ ഇത്ര തിരക്കൂട്ടി പോകുന്നതെന്ന്. ഇവളും ഇവനെ ഫോളോ ചെയ്ത് തന്നെ പിന്നാലെ പോവാട്ടോ. ആ സമയത്ത് ഇവൻ ചോദിക്കുവാണ്, നീ ഒരു ഇഡിയറ്റ് ആണ്, എൻ്റെ അടുത്ത് നിന്ന് ഓടാൻ നിനക്ക് ഇത്രയും അവസരം കിട്ടിയിട്ടും നീ അതൊന്നും ഉപയോഗിച്ചില്ലോ. മാത്രമല്ല നീ എൻ്റെ കൂടെ നിൽക്കാതിരിക്കുന്നത് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ നീ മരിച്ചു എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇവള് പറയുവാണ്, ഓ ഞാൻ എങ്ങനെ മരിക്കാനാ, ഞാൻ എന്തായാലും മരിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ അതിന് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ ഒന്നും പറയാതെ അവനങ്ങ് ചിരിക്കാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് കറക്റ്റിനൊരു കോള് വരുവാണ്, അങ്ങോട്ട് വരാമെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ അവളാകെ ഷോക്ക് ആവുകയാണ്. കാരണം ഇവനിപ്പോൾ തന്നെയല്ലേ പറഞ്ഞു നീ എൻ്റെ അടുത്ത് ക്ലോസ് ആയി കഴിഞ്ഞാൽ നീ മരിച്ചു പോകുന്നു. അപ്പോൾ ഇതാലോചിച്ച് ആകെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് ഇവൻ പറയണം, നീ എൻ്റെ കൂടെ വാ, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ തറവാട്, ഇവൻ്റെ ഫാമിലി എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ചത്തത് വേറെ ആരില്ല, മനുഷ്യനൊന്നുമല്ല, ഇവൻ്റെ ഒരു ഡോഗ് ഉണ്ട്, ഇവൻ വളർത്തിക്കൊണ്ടിരുന്ന ഡോഗാണ്. അത് വന്ന് പിന്നെ അവനങ്ങോട്ട് ടോക്കിയോക്ക് മാറിയപ്പം, ഇവനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറിയപ്പം ഇത് വന്ന് ഇവൻ്റെ ഫാമിലിയുടെ ഇടയിൽ കൊടുത്തിട്ട് പോയതാണ് ഈ ഒരു ഡോഗ്. ആ ഒരു ഡോഗ് ചത്തുപോയി. അങ്ങനെ ഈ സമയത്ത് ഇവൻ്റെ ചേട്ടൻ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നതുകൊണ്ട് തന്നെ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യം, ഇവൻ കുറേ വർഷമായിട്ട് വന്നിട്ട് ഇവൻ്റെ ഈ ഫാമിലിയെ കാണാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൻ്റെ സങ്കടത്തിൽ വന്ന് ഇവൻ്റെ ചേട്ടൻ ചോദിക്കുവാണ്, എനിക്ക് വന്ന് ചിഹാരുവിനെ നഷ്ടപ്പെട്ട ഒപ്പം തന്നെ നിന്നെയും നഷ്ടപ്പെട്ടെന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചേട്ടൻ്റെ വൈഫ് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈഫിനെയാണ് ഇവൻ വന്നിട്ട് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവന് മെമ്മറീസ് വന്ന് പോയിട്ടുള്ളതും. അപ്പോൾ അതിന് വെച്ച് പറയുകയാണ്, അവൾ മരിച്ചു പോയതിൻ്റെ ഒപ്പം നീ മരിച്ചു പോയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവന് കറക്റ്റ് പ്രോപ്പറായ ആൻസർ പറയാൻ പറ്റാതെ ഇവൻ അവിടെ നിന്ന് കഷ്ടപ്പെടുക കേട്ടോ. ഇത് കണ്ട് മനസ്സിലാക്കി നൊറാക്കുറ പറയാണ്, നമുക്ക് ട്രെയിൻ മിസ്സായി, ഇപ്പം ഇറങ്ങിയെങ്കിൽ നമുക്ക് ട്രെയിൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക. വേറെ ഒന്നുമില്ല, അവൻ വന്ന് കഷ്ടപ്പെടേണ്ടെന്ന് വെച്ചിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവരവരുടെ സ്ഥലത്ത് എത്തിയിട്ട് അവർ ഓഫീസിലേക്ക് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. പെട്ടെന്ന് അവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തറയെ വീണ് വേദന കാരണം പൊളയാൻ തുടങ്ങുന്നുണ്ട്. ഇവൾ ആകെ ടെൻഷനായിട്ട് ഇവൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ട് ആ ഒരു ഓഫീസ് റൂമിലേക്ക് എത്തിയിട്ട് അവളും അവിടെ തന്നെ കിടന്ന് ഉറങ്ങുക കേട്ടോ. രാവിലെ എണീക്കുന്ന സമയത്ത് ഇവനാ ഫസ്റ്റ് എണീക്കുന്നത്. ഇവനാണെങ്കിൽ അവൾക്ക് വളരെയധികം താങ്ക്സ് ഒക്കെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നീ കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, സോറി എന്നൊക്കെ പറയുവാണ്. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ നൊറാക്കുറ ഉണ്ടല്ലോ, അത്രയും നേരം അവളുടെ സങ്കടം അവൾ കടിച്ചമർത്തി വെച്ചിരുന്നു. അവൾ പെട്ടെന്ന് കരയാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവൾ പറയുന്നത്, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുന്നു വിചാരിച്ചെന്നും പറഞ്ഞിട്ട് ഇവൾ പെട്ടെന്ന് കരയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ടാണെങ്കിൽ ഇവള് വന്നിട്ട് ഇവന് ചേർത്ത് പിടിക്കുവാണ് കേട്ടോ ആ ഒരു ടെൻഷനെ. അപ്പോൾ ഇവന് വന്നിട്ട് ഇവൻ്റെ പഴയ ലവറെ ഓർമ്മ വന്നിട്ട് ഇവളെ തള്ളി മാറ്റുവാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ പിറ്റേന്ന് കാണിക്കും. പിറ്റേന്ന് വന്നിട്ട് ഇവൾക്ക് വന്നിട്ട് ഇവൻ്റെ പാസ്റ്റ് അറിയണം കറക്റ്റ്. അതിന് വേണ്ടിയിട്ട് പാർട്ട്ണറിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണം, ശരി ഇനിയും നിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്തും ആ രണ്ട് എംപ്ലോയീസ് ഉണ്ടല്ലോ അവരും കയറി വരിക. അപ്പോൾ വന്നിട്ട് ഈ ഒരു പാർട്ട്ണർ പറയണം, എന്നാൽ ശരി നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്ന കാര്യം നിങ്ങൾ 3 പേരുടെ അടുത്തും ഞാൻ എന്താണ് നമ്മുടെ സാക്കിയുടെ പാസ്റ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാസ്റ്റ് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പം വന്നിട്ട് ഇപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇന്ന് പണ്ടും. ഇവൻ വന്നിട്ട് വളരെ കുറച്ചൊക്കെയാണ് ഫാമിലി വന്നിട്ട് മീറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. പക്ഷേ എങ്കിൽ ഇവളുടെ ചേട്ടൻ്റെ വൈഫ് എന്ന് പറയുന്നത് ആളുടെ പേരാണ് ചിഹാരു. അപ്പോൾ ചിഹാരു അതുപോലെ തന്നെ ഇവൻ്റെ ചേട്ടനും വന്ന് ചെറുപ്പം തൊട്ട് നല്ല ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അങ്ങനെയാണ് അവർ മാരേജ് ചെയ്തതും. പക്ഷേ എന്നിരുന്നിട്ടും കൂടി ഇവൻ്റെ ചേട്ടൻ്റെ വൈഫായിട്ടും കൂടി ഇവന് വന്നിട്ട് ആ ചിഹാരുവിൻ്റെ മേലൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവളെ മീറ്റ് ചെയ്യണല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുമായിരുന്നു, ഡോഗിനെ കൊണ്ടുകൊടുക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം വന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഫാമിലിയുടെ കൂടെയല്ല താമസിച്ചുകൊണ്ടിരുന്നു, ഇപ്പം മാറി ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വന്നിട്ട് അവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് ഇവൻ്റെ ചിഹാരു മീൻസ് ചേട്ടത്തി അമ്മ ആ ഒരു ഭാഗത്ത് വന്നിട്ട് മഴ നനഞ്ഞിട്ട് ഇവൻ്റെ വീട്ടിൽ വന്ന് കയറുക കേട്ടോ. വന്ന് കയറിയിട്ട് ഇവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പോരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവൾ വന്നിട്ട് അവളുടെ ആ ഒരു ഷോയുടെ ഡയറക്ടറിൻ്റെ കൂടെ വന്നിട്ട് തെറ്റ് ചെയ്തെന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന് ആകെ മൊത്തത്തിൽ ഷോക്ക് ആവുക. കാരണം ഇവൻ്റെ ചേട്ടനെ ചീറ്റ് ചെയ്തേക്കും. മാത്രമല്ല ഇവന് വന്നിട്ട് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ വൈഫ് എന്നുള്ളവര് ഇവന് വന്നിട്ട് ഭയങ്കര ഒരു രീതിക്കുള്ളൊരു പ്രണയമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാനും അതുപോലെ തന്നെ ഞാൻ ചെയ്ത് വലിയ തെറ്റാന്ന്, എൻ്റെ ചേട്ടനോട് ചെയ്ത് തെറ്റാന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറയുന്ന സമയത്തും
ഇവൻ ചെന്ന് ഇവളെ കിസ് ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, ഇവന് ഇവളെ ഇഷ്ടമാന്നുള്ള കാര്യം ഈ സമയത്ത് ആ പെണ്ണ് അതിന് തടസ്സമൊന്നും പറയുന്നില്ല കേട്ടോ. അതിനുശേഷം ഇവളെ തിരിച്ചു വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടാക്കാനായിട്ട് പൂന്തിവനാണ് കാറിൽ. ആ സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. മാത്രമല്ല ഇങ്ങനെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് അവൻ്റെ ലാസ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തേക്കുന്നത്. ഇവളിങ്ങനെ ആക്സിഡൻ്റായി മരിച്ചതിന് ശേഷം ഇവൻ്റെ മൈൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാരണം അവൾ മരിച്ചത്, ഇവനാണ് ആ ഒരു കൊലപാതകത്തിന് കാരണം എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവൻ മൈൻഡിൽ ചിന്തിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ നൊറാക്കുറയെ വളരെയധികം ഇവൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. ആ ഒരു ഇതിന്ന് മൂവ് ഓൺ ആവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുവാണ് കേട്ടോ. ചിഹാരു മരിച്ച ഒരു കാരണം കൊണ്ടാണ് അവൻ വന്ന് പിന്നെ അവൻ്റെ ഡിസൈനിങ് വർക്ക്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തെന്നുള്ള കാര്യം കൂടി പറയുവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോയിൻ നമ്മുടെ നൊറാക്കുറയ്ക്കാണെങ്കിൽ ആകെ സങ്കടം, അവൾ ഇതിനെപ്പറ്റി എല്ലാം ആലോചിച്ച് നിൽക്കുവാണ്. ഇനി പിറ്റേന്നാണെങ്കിൽ നമ്മുടെ സാക്കിസഹ ഓഫീസിൽ വരുന്ന സമയത്ത് തന്നെ ഇവൻ ഓൾറെഡി അറിയാം പാർട്ട്ണർ ഇങ്ങനെ എല്ലാ കാര്യവും ഷെയർ ചെയ്ത കാര്യമൊക്കെ ഇവൻ രാത്രി തന്നെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞില്ലേ, ഇതിൽ ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്നത് ആ എംപ്ലോയീസിലൊരു ലേഡി ഉണ്ടല്ലോ അവൾക്കാട്ടെ. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഒരു ഫാമിലി പോലെയാണല്ലോ. ഈ ഒരു കമ്പനിയിൽ ആകെ 2 എംപ്ലോയീസ് ഉള്ളായിരുന്നു, അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം ഇവർക്ക് ഇവൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും ഇവൻ വന്ന് ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യാതെ ഒറ്റയ്ക്ക് അത് വന്ന് കഷ്ടപ്പെട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇവള് വന്നിട്ട് നമ്മുടെ കുറേ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, ഞാൻ വന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ പോവാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ ആളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ആളിങ്ങനെ ഒളിപ്പിച്ച് വെച്ചില്ലേ. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ടേസ്റ്റിനും വൈബിനും ചേരുന്നൊരു ബോസ്സായിരുന്നു, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ബോസ്സായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു കമ്പനി ചേർന്നത്. പക്ഷെ ആൾക്ക് വന്നിട്ട് ആളുടേതായ പ്രശ്നങ്ങളുണ്ട്, അതിൽ ഞാനും കൂടി ഒരു ഭാരമോ അതിൻ്റെ ആവശ്യമില്ലാന്ന രീതിക്കൊക്കെയാണ് ഇവള് കുറേ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേന്ന് വന്നത് റെസിഗ്നേഷൻ്റെ കാര്യം പറയുന്ന സമയത്തും ഇവൻ വന്ന് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അപ്പോൾ ഇവൾക്ക് സങ്കടം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇവിടെ അടുത്തൊന്നും സ്റ്റേ ചെയ്യാൻ പോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ നൊറാക്കുറയ്ക്ക് ഓൾറെഡി ഇന്നലെ സംസാരിച്ചപ്പോഴേ അറിയാം. അവൾ നേരെ ചെന്നിട്ട് ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ എന്തോ പറയാനാന്നുള്ള രീതിക്ക് പറയുന്ന സമയത്തും ഇവള് പറയുകയാണ് അല്ല അവളിതാ പോകുന്നു, ജോലി വിട്ട് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സാക്കിസാക്ക പറയാണ് അവള് ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടതാ, നീ ആയാലും ഇവിടുന്ന് ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടതെന്ന് പറഞ്ഞ സമയത്തും സത്യം പറഞ്ഞാൽ നമ്മുടെ നൊറാക്കുറയ്ക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അവള് പറയാണ് ഓഹോ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇത്രയും കാലം പറഞ്ഞത് എന്നെ ചതിക്കത്തില്ലെന്ന് പറഞ്ഞത്, എന്നെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ഓരോ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ചുമ്മാതായിരുന്നോ, നിങ്ങൾ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഇവള് ഭയങ്കരമായിട്ട് റേസ് ചെയ്തങ്ങ് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇത് വന്ന് പുറത്തുനിന്ന് കേട്ടിട്ട് എല്ലാവരും ഷോക്കാവും, ഒരു ബോസിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ ഇവള് കത്തി സംസാരിക്കുന്നതെന്ന് കേട്ടോ. ഇവനെ വിളിച്ചുകൊണ്ട് ഇവള് പുറത്ത് വന്നിട്ട് പറയണം ഇനി നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ വേഗം പറയാൻ ആ ഒരു ലേഡി എംപ്ലോയി ഇല്ലേ അവളെടുത്ത് പറയാം. അപ്പം ആ ലേഡി എംപ്ലോയി അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യം പറയണം. ഇങ്ങനെ വന്നിട്ട് ഇവൾക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ഫാമിലി പോലെയൊക്കെയാണ് ഇവള് കണ്ടിരുന്നത്, പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഒരു പേഴ്സണൽ കാര്യം പറയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല, അതിന് സോറി മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം ഒരു കാര്യം ചോദിക്കുക, എന്നെ കൊണ്ട് എന്തെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തും നമ്മുടെ സാക്കി അധികം കാര്യമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല, അവൻ ഇച്ചിരി ഇൻട്രോവേർട്ട് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് നമ്മുടെ നൊറാക്കുറയോട് ചോദിക്കും ഞാനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് കേട്ടോ. ആ സമയത്ത് നൊറാക്കുറ പറയണത് സത്യം എന്താണോ അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പറയുകയാണ് എനിക്ക് വന്ന് നീ ഇവിടെ ജോലി വിട്ട് പോകുന്നത് എനിക്ക് താല്പര്യമില്ല, നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത് എനിക്ക് താല്പര്യം. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ്. പിന്നെ അന്ന് രാത്രി ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മൾ സാക്കിസാക നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് അവിടെ നിന്ന് ജോലി വിട്ട് പോകുന്നതും നമ്മുടെ നൊറാക്കുറ കേട്ടോ. അവൾ വന്ന് ഇവനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. എന്നിട്ട് പറയുകയാണ് വളരെയധികം താങ്ക്സ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇവൻ ചോദിക്കുവാണ് നീ എന്നാൽ ഒരു ബോസിൻ്റെ അടുത്ത് പറയാൻ പറ്റി വർത്താനാണോ നീ എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്നിട്ട് അവൻ പറയുവാണ് നീ വേഗം പോകാൻ നോക്കും, ഞാനാണെങ്കിൽ ഒരു ചെറുക്കനായി ഈ സമയത്തൊന്നും എന്നെ വന്ന് നീ ഇവിടെ കാണുന്നതൊന്നും ശരിയാവത്തില്ല, വല്ല തെറ്റും സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്ന സമയത്ത് ഇവള് പറയുവാണേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് തന്നെ കയറി ഇവനെ കിസ് ചെയ്ത് ഇവള് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ്. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.